ഈ വർഷത്തെ OVBS തീം എന്താ? ഈ വർഷത്തെ OVBS തീം യെസ്, ലെറ്റ്സ് പ്രേ എന്നുള്ളതാണല്ലോ. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണം, എങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ പേരൻസ് ഇതാ നിങ്ങളുടെ മുൻപിലേക്കായി. We pray for different things, right? Yes. We pray for financial well-being, health well-being, so for different things, okay? So our parents are here, they're coming here to show how to pray, when to pray, and how to get blessings from God. Okay, here we go. ലോട്ടോ എത്രാമത്തെ ആഴ്ചയാണ് നമ്മൾ ലോട്ടോ എടുക്കുന്നത്? ഈ ആഴ്ച 15 മില്യനാ. മിന്നിച്ചേക്കണേ ദൈവമേ. ഇതൊന്ന് അടിച്ചിട്ട് വേണം നമുക്കൊന്ന് വിശാലമായിട്ട് ഒരു 3-4 വീടൊക്കെ എടുത്ത് ഒന്ന് അമേരിക്കയ്ക്ക് ഒന്ന് കറങ്ങി അടിച്ച് പൊളിച്ചൊന്ന് അടിക്കണമല്ലോ. അടിച്ചേ പറ്റും. പിന്നല്ല, അത് നല്ല ഐഡിയ. അതൊരു ഐഡിയ തന്നെ. പ്രാർത്ഥിച്ചേക്കാം. അതെ, അച്ഛൻ്റെ കൊടുത്താലോ? ആഴ്ചത്തേക്കുള്ള ആട് നേരം ഒന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായും പ്രാർത്ഥനയും നിങ്ങൾ പറയുന്നത് പോലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കും. കൊണ്ട് അനുഭവിക്കുക. എന്തൊരു വേദനയാ, എന്ന് തീരുമോ ഇത്? എൻ്റെ തമ്പുരാനെ, എത്ര നാളെ പറ്റി ഒന്നും പറയണ്ട ചേച്ചി. എന്തൊരു നടുവേദനയാണെന്നറിയാമോ? ഒന്ന് ഇരിക്കാനും വേല, നടക്കാനും വേല. ഇവിടെ ആരാ ഉള്ളേ നമ്മളെ സഹായിക്കാൻ? അത് ശരിയാ മരിയ, എന്നാലും സാരമില്ല. ഇതൊക്കെ സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളത്. എന്ത് പറയാനാ ചേച്ചി, ജോലിക്കും പോകണം, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. വീട്ടില് നാട്ടിലൊക്കെ എന്ത് സുഖമാ, അപ്പനുണ്ട്, അമ്മയുണ്ട്. ഇവിടെ ആരിയ്ക്കുന്നു? ജോലിക്കും പോണം, വീട്ടിലും പണി ചെയ്യണം. വേദനയൊക്കെ ആരോട് പറയാൻ? തമ്പുരാനോട് പറയാന്നോർത്താ അതും ഒന്നും നടത്തുന്നില്ല. മരിയ, ഞാനൊരു കാര്യം പറയാം. എന്താ? വേറെ ആരോടും പറയണ്ട. ഇല്ല, യൂട്യൂബിൽ ഒരു ബ്രദറിന്റെ പ്രാർത്ഥന ഞാൻ കണ്ടു. ആഹാ, ശരി. ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. അത് കൊള്ളാലോ. അപ്പം മരിയ ഒരു കാര്യം ചെയ്യും, ദിവസവും ചൊല്ലണോ? ദിവസവും ചൊല്ലണം. ഒരു 9 പ്രാവശ്യം ചൊല്ലിയാൽ പെട്ടെന്ന് ഫലിക്കും. ചിലപ്പോൾ ഒരു 10-20 പ്രാവശ്യം വേഗം സാധിച്ചാൽ ശരിയാ. അപ്പം ഞാനിതൊന്ന് അയച്ചു തരാം. മരിയ ഇതൊന്ന് നോക്കാം കേട്ടോ. ശരി, എൻ്റെ നമ്പർ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. ഓക്കെ, വേഗം അയക്കണേ. ആയിക്കോട്ടെ, ചെയ്യാം. നോക്കാം. ശരി, എൻ്റെ കാര്യമൊന്നും ഉണ്ടാവില്ല. അതെ, നോക്കാം. എത്ര നാളായോ എൻ്റെ ക്യാമ്പ് കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ജോലിയിൽ ഒരു കൂലിയിൽ എന്നും നമ്മൾ പ്രാർത്ഥിക്കും. ദൈവമേ, നീ എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്ത? ഹൈവേഴ്സിനൊക്കെ ആണെങ്കിൽ അയ്യോ, മലയാളിയാണെന്ന് തോന്നുന്നു. അത് ചെയ്യാനായിട്ട് വന്ന. അതെയോ, ഞാനും അതെ. ദുബായിലായിരുന്നപ്പോൾ 10-15 വർഷമായി നല്ല ഒന്നാന്തരം ജോലി, വേലക്കാരൻ എന്നെല്ലാം ഉണ്ടായിരുന്നതാ. ഞാനും അതെ, ഞാൻ കുവൈറ്റിലായിരുന്നു. ഒരു 10-20 വർഷമായി ഞാനിവിടെ ICU-ലായിരുന്നു, പീഡിയാട്രിക് ICU. അതെയോ? ഇങ്ങോട്ട് വരാൻ
ജോലി കിട്ടുന്നൊക്കെയോ സ്ഥലത്ത് പോയോ പ്രാർത്ഥിക്കാൻ? പ്രാർത്ഥിക്കാനായിട്ട് കുറേ സ്ഥലങ്ങൾ ഇന്ന് കയറി ഇറങ്ങുന്നുണ്ട്. ആ ഹെൻഡേഴ്സണിമാരുടെ ഒരു പള്ളി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? 55 കീലിംഗ് റോഡ് Yes. ഒരു പൊന്നപ്പൻ അച്ഛനോ? അടിപൊളിയാണ്. പിള്ളേരെയൊക്കെ കൊടുത്തി കിടന്ന് ഡാൻസ് കളിച്ച് പാട്ടൊക്കെ പാടുന്ന അച്ഛനല്ലേ? രോഗശാന്തിയോ ഒത്തിരി അത്ഭുതം. ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്. നീ പോയത് കാണണമെന്ന് കരുതുന്നു. ഒരു പത്രാസ് ഏതാണ് കണ്ടിട്ട് ഇച്ചിരി പത്രാസാന്ന് തോന്നുന്നു. ഓ ഇവിടെ കണ്ടിട്ട് ഞാൻ ഓർത്തൊരു 10 വർഷമായിട്ട്. ഞാൻ ഇവിടെ ഒരു ബ്യൂറോ നഴ്സായിട്ട് വർക്ക് ചെയ്യുക. ഞാൻ കുവൈറ്റിലായിരുന്നു. ഞാനും കുവൈറ്റായിരുന്നു. നിങ്ങൾക്ക് ദുഃഖം മനസ്സിലാവും. എന്ത് സുഖമായിരുന്നു അവിടെ. നമുക്ക് ജോലിക്കാരുണ്ട്. എനിക്കാണെങ്കിൽ ഹൗസ് മെയ്ഡ് ഒക്കെ ഉണ്ടായിരുന്നേ. ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞിങ്ങനെ വന്ന് കഴിയും കഴിയൊക്കെ ഇരുന്നാ മതിയായിരുന്നു. കഷ്ടിച്ചൊരു രണ്ടാഴ്ച കൊണ്ട് ഒരു 5 ഷിഫ്റ്റ് കിട്ടിയാ കിട്ടി. എനിക്ക് ഒരു രക്ഷയില്ല. എനിക്കാണ് ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവുന്നില്ല. അവരുടെ അത് എനിക്ക് മനസ്സിലാവാത്ത പക്ഷെ എനിക്ക് അനിയത്തി സെയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോയിട്ട് തട്ടിക്കറി പാടാൻ എനിക്ക് അറിയത്തുള്ളായിരുന്നു. ഓ അങ്ങനെയാണോ? ചിലപ്പോ അതായിരിക്കും. ആര് പറഞ്ഞു കേട്ടോ അവിടെ ഒരു ഓർത്തഡോക്സ് പള്ളിയുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ ആ പള്ളിയാ നമ്മുടെ കൊല്ലത്തിന് ഞാൻ അവിടെ ശനിയാഴ്ച ബുധനാഴ്ച പോകും, ഞായറാഴ്ച പോകും, എല്ലാ ദിവസവും. എന്നിട്ടും എന്റെ പൊന്നു പ്രാർത്ഥിക്കാൻ പിന്നല്ലാതെ എനിക്കാണ് എന്റെ ഹസ്ബൻഡ് ഒക്കെ പറഞ്ഞു പുള്ളിക്ക് ജോലിയും കൂലിയും ഒന്നുമില്ല. രണ്ട് പിള്ളേരുണ്ട്. നമ്മൾ പറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ നിങ്ങളുടെ നമ്പർ എന്റെ ദൈവമേ, എത്ര ദിവസമായി ന്യൂസിലാൻഡിൽ വന്നിട്ട് ഇതുവരെ ഒരു ന്യൂസിലാൻഡിലൊന്നും സെറ്റിൽ ആവാനൊന്നും പറ്റിയിട്ടില്ല. വാടക കൊടുത്തിട്ടാണെങ്കിൽ തോറ്റു. ഇതുവരെ ഭർത്താവിനും ജോലി ആയിട്ടില്ല. എന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണേ. ഇവളെ കണ്ടില്ലേ? ഇവൾക്ക് വീടുമായി, ഇപ്പൊ 2 കാറുമായി. എന്താ സൗകര്യത്തിലാ ജീവിക്കണേ. ഓ എന്റെ പ്രാർത്ഥന കേൾക്കണില്ലല്ലോ. കർത്താവേ, കർത്താവേ, നീ എല്ലാം അറിയല കർത്താവേ. എത്ര നാളായി ആ സൂസിനെ പോലെ ഞാനൊരു വീടും കൂടെ വാങ്ങിക്കാൻ ഓർത്തിട്ട് എവിടെ നടക്കാനാ എന്റെ പൊന്നോ. 2 കാറുണ്ട് പറഞ്ഞിട്ട് എന്നാ കാണിക്കാനാ. അതിന്റെ ഒരു സുഖമില്ല. അങ്ങ് പോകുമ്പാണ് നടും വേദന. അവക്കാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഇടയ്ക്കാണെങ്കിൽ ഡിസ്കവറിയും വാങ്ങി. ഓ കൊതിയായിട്ടും വയ്യ. നീ ഇതൊന്നും അറിയണില്ലേ കർത്താവേ. ഞാനാണെങ്കിൽ എന്നും വന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് നീ എന്നെ മൈൻഡ് പോലും ചെയ്യാത്ത എന്നതാ. ഓ നാട്ടിലാണെങ്കിൽ അവർക്ക് ഒത്തിരി വീടുമുണ്ട്, ഇവിടെ ആണെങ്കിൽ കുറെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഓ എനിക്കാണെങ്കിൽ ഇതൊന്നും അങ്ങ് നടക്കണമില്ല. എവിടെയൊക്കെയാണോ പൈസ പോണേ എൻ്റെ ഈശോ. എല്ലാത്തിനും നീ ഒരു വഴി ഒന്ന് കാണിച്ച് തന്നാ മതിയായിരുന്നു എൻ്റെ കർത്താവേ. ഷോ ഷോ എന്നാണോ? എൻ്റെ പേര് ആൻ്റണി. ഞാനിവിടെ ഏരിയയിൽ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ്, റെൻ്റ്, ലീസ്, ക്ലൈമിങ് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ. നിങ്ങളൊക്കെ എത്ര നാൾ എവിടെയായിരുന്നു? ഞാനാണ് നോക്കി നിൽക്കുക. സൂസിക്കാണ് നിങ്ങളാണ് അപ്പൊ സൂസിക്ക് വീടൊക്കെ വാങ്ങിച്ചു കൊടുത്തേ? അപ്പൊ നിങ്ങൾ എന്നാ ചെയ്യാ? നമ്പറിൽ വിളിച്ചാൽ മതി ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ശരിക്കും നിങ്ങൾ എനിക്ക് പ്രോപ്പർട്ടി അറേഞ്ച് തരുമോ? കുറഞ്ഞ പെർസെൻറ്റേജ് ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. പറ്റിക്കലല്ലോ. ഇല്ല. ഓക്കെ ഇതാണ് നമ്പർ അല്ലേ? ഓക്കെ ഞാൻ വിളിച്ചേക്കാവേ, സൂക്ഷിച്ചേക്കാവേ. ഓക്കെ. ഞാനും പുള്ളി ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ പുള്ളിയെക്കാട്ടി ചീപ്പ് റേറ്റ് എൻ്റെ ഉണ്ട്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. എൻ്റെ നമ്പർ ഞാൻ തരാം.
എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇതും പറ്റിക്കലാണോ? അല്ലല്ല, നല്ല വീട്, നല്ല ഡിസ്കൗണ്ട്, എല്ലാം നല്ല റേറ്റിൽ തന്നെ. ഓക്കെ, എത്ര ശതമാനം ഡിസ്കൗണ്ട് വരും? ഒരു 15 എടുത്തു. 15 എടുത്ത്. ഓക്കെ, അത് നമ്പർ അങ്ങ് തരുമോ? ഞാനൊരു കാര്യം ചെയ്യട്ടെ, കുറച്ച് പൈസ ഞാനങ്ങ് അഡ്വാൻസ് ഒന്ന് ബുക്ക് ചെയ്തു. പക്ഷെ ആരോടും പറയരുത് കേട്ടോ. എനിക്ക് തന്നെ ഈ ഇടയ്ക്ക് ഞാനൊരു പരസ്യം കണ്ടായിരുന്നു. എനിക്ക് അതിനകത്ത് നല്ല നോട്ടമുണ്ട്. എനിക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തണം സൂസിനെ പോലെ കേട്ടോ. ഓക്കെ. ജിൻസി എങ്ങനെയുണ്ട്? ഓ, എല്ലാം പറയാനാ. ജെറാൾഡിന്റെ കാര്യമായി ഭയങ്കര ബിസിയാണ്. എനിക്കാണെങ്കിൽ ജോലിയും അതിൻ്റെ ഇടയ്ക്ക് ജെറാളിനെ എടുത്ത് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. അതെ അതെ, എൻ്റെ കാര്യം അത് തന്നെ. ഭയങ്കര കഷ്ടപ്പാട്, ജോലിയും കൊച്ചുങ്ങളും ആകെ സ്ട്രെസ്ഡാണ്. പിള്ളേരൊന്നും വളർന്നു വലിയതാവുമ്പോഴായിരിക്കും നമുക്കൊരു സമാധാനമില്ല. ജെറാൾഡൊന്നും ഒരു എഞ്ചിനീയറോ ഡോക്ടറോ ആയിട്ട് നമുക്ക് കാശ് നമുക്ക് വല്ല ഗേൾസ് എവിടെയെങ്കിലൊക്കെ പോയാലോ? അതെ അതെ, ഇവർ വളർന്നിട്ട് വേണം കറങ്ങാൻ പോയാലേ. അത് തന്നെ, അടിച്ചു പൊളിക്കണം. അത് തന്നെ. അറിയാമോ, ചേച്ചി മോൾക്ക് കാത്തലിക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അത് തന്നെ സാധിക്കുന്നില്ല. ഞാൻ പറയുന്നത് ചേച്ചിയുടെ കാര്യം എനിക്ക് സെറ്റാണ്. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. അവർക്കാണ് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം റെഡിയാണ്. ദൈവമേ, ഞങ്ങളുടെ പിള്ളേർക്കും കാത്തലിക് സ്കൂളിൽ കിട്ടണേ. ദൈവമേ, പ്രസ്റ്റീജ് ഇഷ്യൂ ദൈവമേ, അവിടെ നോക്കാൻ മതിയായിരുന്നു. എന്നിട്ട് വേണം അത് രക്ഷപ്പെടാൻ. അത് തന്നെ, പ്രാർത്ഥിക്കണം. അത് തന്നെ. കൊള്ളാമല്ലോ, കുറെ എണ്ണം അതിരാവിലെ വെള്ളം ഇട്ട് പോരും പ്രാർത്ഥിക്കാൻ വേണ്ടി. ഇതുവല്ല നടക്കുവാവോ? എനിക്ക് തോന്നുന്നു നടക്കുന്നു. ഞങ്ങളൊക്കെ പോലെ ഒരു 10 മണിക്ക് വരിക, പതുക്കെ കൈ മുട്ടുക, കൂട്ടുവല്ലോട്ടെ മുതുകത്തി അടിക്കുക, പതുക്കെ വീട്ടിൽ പോവുക. അതല്ലാതെ ഒരു പ്രയോജനമില്ല. കാത്തുകൊണ്ടൊന്നും സമയമായി. നീ വിളിച്ചു പോവാ. നമ്മുടെ ട്രസ്റ്റ് എന്ത് ചെയ്യും? പുള്ളി ലോട്ടോ ടിക്കറ്റ് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ അച്ഛനായിരുന്നു. പുള്ളി എന്ത് ചെയ്യും? സ്വർഗസ്ഥനായ എന്റെ പിതാവേ, എന്റെ ദൈവമേ, ഓരോരുത്തന്മാര് പള്ളിയിൽ എന്തോ ഒരുത്തൻ ക്രിക്കറ്റിന് ആളിനെ വിളിക്കാം, ഒരുത്തൻ ലോട്ടോയ്ക്ക് ആളിനെ വിളിക്കാം, ഒരുത്തന് ക്യാമ്പിന് അഡ്മിഷൻ മേടിക്കും. നിങ്ങൾക്ക് പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ അവൻ്റെ അറിയാം. അന്ന് അച്ഛനുണ്ടോ അത് പറയുമോ? നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ ഇതൊന്നും അർത്ഥം ചെയ്യത്തില്ല. എവിടെ ചെന്ന അവസാനം നിങ്ങളോട് പറഞ്ഞു കൊടുക്കണം. എന്നാ ഞങ്ങളുടെ വീട്ട് എല്ലാ ആഴ്ചയിലും പള്ളിയിൽ വരണം, രാവിലെ പ്രാർത്ഥിക്കണം, വൈകിട്ട് പ്രാർത്ഥിക്കണം. ഇവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ആരും എനിക്ക് ഇവിടെ കിടകളിലൊന്നും ആരില്ലെന്നോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് കിടക്കോട്ട് തിരിഞ്ഞു നിൽക്കണം. എന്നിട്ട് 2 കൈ ഇങ്ങനെ എന്നിട്ട് സ്വർഗസ്ഥനായ എന്റെ പിതാവേ വിളിച്ചു കഴിയണം. അതവിടെ അങ്ങനെ നിങ്ങൾ 10 വർഷം പ്രാർത്ഥിച്ചു നോക്കണം. എല്ലാ ബുധനാഴ്ചയുടെ പ്രാർത്ഥനയുണ്ട്. എന്നിട്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ എഴുതിക്കൊണ്ട് വന്ന് ഇവിടെ 10 ആഴ്ച നിങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നിങ്ങൾക്ക് വേണ്ടി
സ്തോത്രം ചെയ്യുന്നു. എല്ലാവിധ നന്മകൾക്കും സ്തോത്രം ചെയ്യുന്നു. ഹൃദയത്തിലും നിങ്ങളെല്ലാവരും കാത്തുരക്ഷിക്കണേ. ദൈവത്തിന്റെ അനുഭവമായ തിരുവണ്ണാമത്തിൽ നോക്കുന്നുണ്ടായിരിക്കട്ടെ. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മേൽപ്പട്ടക്കാര്, പട്ടക്കാര്, നമ്മുടെ വിശ്വാസികൾ, സമൂഹം, നമ്മുടെ നാട്, എല്ലാവർക്കും വേണ്ടി പ്രത്യേകം എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കൊച്ചു മക്കളെ അനുഗ്രഹിക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ഞങ്ങളും മരിച്ചുപോയ ആത്മാക്കളെ മാതാപിതാക്കൾ ഒരിക്കലും അവരെ കൈവിട്ടു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ പേരൻസ്. നമ്മുടെ പേരൻസിന് ഒരു കാരണത്താൽ നമുക്ക് ഒരു കാരണവശാലും കണ്ണീര് അവരെ പോകാൻ പോയത്. നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റവും ആദ്യം ഞങ്ങൾ മനസ്സിലാക്കി വന്നു. നല്ല ജോലി, നല്ല മക്കള്, നല്ല ഭർത്താക്കന്മാരെല്ലാവരും നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ പിറുവെക്കാതെ നമുക്ക് ദൈവം തമ്പുരാൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമ്മളെ തമ്പുരാനോട് നന്ദി പറയുന്നവരാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചാൽ മതി. അനുഗ്രഹം തമ്പുരാൻ തന്നെ ഞങ്ങളുടെ അനുഭവമാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ നന്നായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുക. അതുപോലെ കൊച്ചുമക്കളെ കുടുംബ പ്രാർത്ഥന പ്രധാനം. എല്ലാവരും എല്ലാം ചെയ്ത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന, prayer is our communication with God Almighty. ദൈവസന്നിധിയിൽ എല്ലാവിധ യാചനകളും ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനേക്കാൾ നമ്മുടെ പിതാക്കന്മാർ പരിശുദ്ധ സഭയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും ലഭിച്ച എല്ലാവിധ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ദൈവസന്നിധിയിൽ നിസ്വാർത്ഥമായ സ്തുതിയും സ്തോത്രങ്ങളും സമർപ്പിക്കുക. അതോടൊപ്പം it is a time to remember and pray for all our brethren, all those who have sought our prayers. നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഏവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളത്. നമ്മെ സൃഷ്ടിച്ചവനായ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് അവനറിയാം. God knows. God is our creator and God knows what is best for us, and He shall provide what is best for us even without we asking to Him. So let us understand this and submit each and every one. ഈ പ്രാർത്ഥനയിൽ അവസാനം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ ഏവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. Let us pray. Let us pray. Thank you so much.